ാണ് ഇപ്പോൾ ക്ഷേത്രോത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ബൗൺസർമാരെ ഇറക്കുന്ന ഒരു പ്രവണത പോലീസ് വേണ്ട, ബൗൺസർമാർ മതി. അതാണ് ഇപ്പം ക്ഷേത്രങ്ങളിലെ ഭരണാധികാരികളുടെ നിലപാട്. കൊച്ചിൻ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ട് ക്ഷേത്രോത്സവങ്ങളിൽ ബൗൺസർമാരെ ഇറക്കുന്നത് സ്ഥിരമാക്കാനുള്ള നീക്കമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് മുന്നോട്ട് വെക്കുന്നത്. തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവ തിരക്ക് നിയന്ത്രിക്കാൻ ബൗൺസർമാരെ നിയമിച്ചതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നുകൊണ്ടിരുന്നത്. അതിൽ ആചാര ലംഘനമടക്കം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ ഭക്തർ സമീപിക്കുകയുണ്ടായി. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. ജിജീഷ്, കടുത്ത ആചാര ലംഘനമെന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഭക്തർ ഇവിടെ മതിയായ പോലീസ് സേന ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ ഈ ബൗൺസർമാരെയൊക്കെ ഇറക്കി ഭക്തരെ നിയന്ത്രിക്കുന്നത്. ആരാണ് ഇത്തരത്തിലുള്ള അധികാരം അവർക്ക് കൊടുക്കുന്നത്? ഈ ക്ഷേത്ര ഭരണാധികാരികൾക്ക് ഇത്രയ്ക്ക് ബോധമില്ലേ ജിജീഷ്? ശരി ശില്പ, ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നതാണ് വലിയ വിശ്വാസപൂർവ്വം ഓരോരുത്തരും അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത്. അതേ കാര്യങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുന്ന അതേ ഘട്ടത്തിലാണ് മറുഭാഗത്ത് ഇത്തരത്തിൽ ഉള്ള ആചാരങ്ങളെ തച്ചുടക്കുന്ന രീതിയിൽ ദേവസ്വം ബോർഡുകൾ തന്നെ പെരുമാറുന്നതും അതിനെതിരെ ഭക്തജന പ്രതിഷേധം കനക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ കാണുന്നത്. അതാണ് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ബൗൺസർമാരെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 8 ദിവസങ്ങളായി നടന്ന വൃശ്ചികോത്സവം സമാപിച്ചിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ അവസാന ദിവസങ്ങളിൽ അവിടെ ബൗൺസർമാർ സാധാരണ നിലയിൽ സിനിമാ താരങ്ങളെല്ലാം കടന്നു പോകുമ്പോൾ അവർക്ക് ശല്യമില്ലാതിരിക്കാൻ, ആരാധകർ അതിലേക്ക് വരാതിരിക്കാനെല്ലാം മസിൽ പിടിച്ച് നടക്കുന്ന അതേ ബൗൺസർമാരെ ആനകൾക്ക് എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകുന്ന ആനകളുടെ മുന്നിൽ നടത്തിക്കുന്നു. മുന്നിലും പിന്നിലുമായി നടത്തുന്നു. ഭക്തർ ആ ഒരു വിശ്വാസപൂർവ്വം ഭഗവാനെ തൊഴുന്നതിന് വേണ്ടി തൊഴുകൈകളോടെ മുന്നോട്ട് വരുന്ന ഭക്തനെ കായികമായി നേരിട്ട് കൊണ്ട് തള്ളി മാറ്റുന്ന ബൗൺസർമാർ, അതിനെതിരെയാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നിയമ നടപടിക്ക് കൂടി ഒരുങ്ങുകയാണ് ഇപ്പോൾ ഭക്തർ. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ തന്നെ സമീപിക്കാനാണ് ഒരുങ്ങുന്നത്. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യും. ഇതിൻ്റെ ആചാര ലംഘനം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു ഹർജി ഫയൽ ചെയ്യുക. ഇതിനിടയിലാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് സമാനമായ ഈ ആരോപണങ്ങൾ ഉയരുകയും വിവാദങ്ങൾ ഉണ്ടാവുകയും എല്ലാം തന്നെ ചെയ്യുമ്പോൾ അത് ഒരു ഭാഗത്ത് മാറ്റിവെച്ചുകൊണ്ട് തങ്ങൾ ഇനിയും ബൗൺസർമാരെ നിയമിക്കും, തിരക്ക് നിയന്ത്രിക്കാൻ ഇത് തന്നെയാണ് ഏറ്റവും അനുയോജ്യമായ മാർഗമെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രചാരണം നടത്തിക്കൊണ്ട് കൂടുതൽ ക്ഷേത്രോത്സവങ്ങളിലേക്ക് കൂടി ബൗൺസർമാരെ നിയമിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഹൈന്ദവ സംഘടനകൾ നേരത്തെ തന്നെ ഇത്തരം ഈ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ബൗൺസർമാരെ നിയമിച്ച ഘട്ടത്തിൽ തന്നെ ഹൈന്ദവ സംഘടനകൾ, വിശ്വഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും അടക്കമുള്ള സംഘടനകൾ അവരുടെ പ്രതിഷേധം ശക്തമായി തന്നെ അറിയിച്ചിരുന്നു. ഗുണ്ടായിസം കാണിച്ചല്ല ഭക്തരെ നിയന്ത്രിക്കേണ്ടത്, അവരെ നിയന്ത്രിക്കാൻ ഭക്തജന സംഘടനകളുണ്ട്, നിരവധി ഭക്തജന സംഘടനകളുണ്ട്. സ്വാഭാവികമായും ഒരു ലെറ്റർ മാത്രം നൽകിയാൽ സന്നദ്ധരായിക്കൊണ്ട് മുന്നോട്ട് വരുന്ന നിരവധി സന്നദ്ധ സംഘടനകൾ ഈ ഭക്തജന സംഘടനകൾക്കുണ്ട്. അവരെല്ലാം അവിടെ സ്വാഭാവികമായും ഭക്തരോട് വളരെ മയത്തിൽ സംസാരിച്ചുകൊണ്ട് അവരെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുമെന്നിരിക്കെ എന്തിനാണ് ഈ ബൗൺസർമാരെ അതേ രീതിയിൽ, മാത്രമല്ല സാധാരണ നിലയിൽ ഒരു ക്ഷേത്രാചാരങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ഇത്തരങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതിന്. അവിടെ ടീഷർട്ട് ധരിച്ചുകൊണ്ട് ആ ടീഷർട്ടിൽ ബൗൺസർ എന്ന് എഴുതിക്കൊണ്ട് ആരോഗ്യം കാണിച്ചുകൊണ്ട് ശാരീരിക പ്രദർശനം നടത്തിക്കൊണ്ട് മുന്നിൽ നീങ്ങുന്ന ആളുകൾ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഭക്തന് വിശ്വാസപൂർവ്വം തൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനും ദേവനെ തൊഴാനുമെല്ലാം കഴിയുക എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. അത് കൂടുതൽ, എന്നാൽ ഈ പ്രതിഷേധങ്ങളൊന്നും തങ്ങൾക്ക് ഒരു കാര്യമേയല്ല, അത് വകവയ്ക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരമൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കൂടുതൽ ക്ഷേത്രങ്ങളിലേക്ക് ഇത്തരമൊരു നടപടി വ്യാപിപ്പിക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നത്. ഇതിനെതിരായ പ്രതിഷേധം ഒരു ഭാഗത്ത് കനക്കുന്നതിനൊപ്പം തന്നെ നിയമ നടപടികൾ ശക്തമാക്കിക്കൊണ്ട് ഹൈക്കോടതിയെ കൂടി സമീപിക്കാൻ ഒരുങ്ങുകയാണ് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്ര പരിസരത്തുള്ള നിരവധി ഭക്തർ. ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ആചാരങ്ങളെ വലിയ രീതിയിൽ വിലമതിക്കേണ്ട, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ആചാരങ്ങളെ സംരക്ഷിക്കേണ്ടവരാണോ, ഇവർ അതോ മറ്റേതെങ്കിലും ക്രിമിനൽ ബോർഡാണോ? എന്തിനാണ് ഭക്തരെ ഇത്രത്തോളം വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളല്ലോ, അല്ലെങ്കിൽ സെലിബ്രിറ്റീസോ അല്ല, ഭക്തരാണ് വരുന്നത്. അവരെ നിയന്ത്രിക്കാൻ ഇത്തരത്തിൽ ബൗൺസർമാരെയൊക്കെ ഏർപ്പെടുത്തുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്.